മുരുകസ്വാമിയുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ആറുപടൈ വീട്ടിലൊന്നാണ് പഴനിമല. ഈ പഴനിമലയിലെ വിഗ്രഹത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ സുബ്രഹ്മണ്യ സ്വാമി ദണ്ഡായുധ പാണിയായിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഒരു സന്യാസി ഭാവത്തിൽ ദണ്ഡ് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. ഒരു വടിയുമായിട്ടാണ്, ദണ്ഡെന്നാൽ വടി, ഒരു വടിയുമായിട്ടാണ് അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. ഇനി ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഇത് നവപാഷാണങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. നവപാഷാണം എന്നാൽ എന്താണ്? നവം എന്നാൽ 9, പാഷാണം എന്നാൽ വിഷം. അപ്പോൾ 9 തരം വിഷക്കൂട്ടുകളാൽ നിർമ്മിച്ചതാണ് ഇവിടുത്തെ വിഗ്രഹം എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഭോഗർ എന്ന സിദ്ധർ ഈ വിഗ്രഹം 9 തരം പ്രത്യേക വിഷക്കൂട്ടുകളാൽ നിർമ്മിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഇന്നും ശാസ്ത്രത്തിന് അജ്ഞാതമാണ്. എന്ത് തരം വിഷക്കൂട്ടാണ്, എത്ര അനുപാതത്തിലാണ് എന്നൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഈ വിഷം എന്നാൽ അതിമാരകമായ വിഷമാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതൊരു പ്രത്യേക അനുപാതത്തിൽ കൂട്ടിച്ചേർത്തപ്പോൾ ഇത് അത്ഭുതകരമായിട്ടുള്ള ഒരു സിദ്ധ ഔഷധമായിട്ട് മാറിയിരിക്കുകയാണ്. അമൃത സമാനമാണെന്നാണ് പറയപ്പെടുന്നത്. എത്ര വലിയ മഹാമാരികളെയും നീക്കാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള ഒരു ദിവ്യ ഔഷധ കൂട്ടായി തീർന്നിരിക്കുന്നു ഇത്. അപ്പോൾ ഇതിൽ അഭിഷേകം ചെയ്യുന്ന പാല്, അതുപോലെ പഞ്ചാമൃതം, ഇതെല്ലാം സേവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രോഗശമനം ലഭിക്കുമെന്ന് തന്നെയാണ് ഇവിടുത്തെ വിശ്വാസമല്ല, അത് തന്നെയാണ് സത്യവും. അപ്പം നമ്മൾ വിശ്വാസത്തോടു കൂടി ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതിന് സുബ്രഹ്മണ്യ സ്വാമിയുടെ, മുരുകസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ.